പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക സാഹിത്യ പുരസ്കാരത്തിന് നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക സുധാ തെക്കേമഠം അർഹയായി. സുധാ തെക്കേമഠം രചിച്ച ഡ്വാർഡ് ഹണ്ടർ 01 എന്ന ബാലസാഹിത്യത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. പൊതുവിദ്യാലയങ്ങളിലെ എഴുത്തുകാരായ അധ്യാപകരുടെ മികച്ച പുസ്തകങ്ങൾക്കാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സാഹിത്യ പുരസ്കാരം നൽകുന്നത്. സർഗാത്മകത സാഹിത്യം, വൈജ്ഞാനിക സാഹിത്യം, ബാലസാഹിത്യം എന്നീ മേഖലകളിലെ മികച്ച കൃതികളാണ് പുരസ്കാരത്തിനായി പരിഗണിക്കുക. ഇതിൽ ബാലസാഹിത്യ വിഭാഗത്തിലാണ് നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ UP വിഭാഗം അധ്യാപിക സുധാ തെക്കേമഠത്തിന് പുരസ്കാരം ലഭിച്ചത്. ഇവർ രചിച്ച ഡ്വാർഡ് ഹണ്ടർ 01 എന്ന ബാലസാഹിത്യ കൃതിക്കാണ് പുരസ്കാരം. 10,000 രൂപയും പ്രശസ്തിപത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ആനുകാലികങ്ങളിലും സമൂഹമാധ്യമങ്ങളിലും സ്ഥിരമായി എഴുതാറുണ്ട്. 2024 അധ്യാപക ലോകം അവാർഡ് ലതാനിലയം ഒറ്റപ്പാലം PO എന്ന ചെറുകഥ സമാഹാരത്തിന് ലഭിച്ചിട്ടുണ്ട്. ചെറുകഥയ്ക്കുള്ള കമലാ സുരയ്യ പുരസ്കാരം ലഭിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പും വിദ്യാരംഗവും സംഘടിപ്പിച്ച കഥാരചനാ മത്സരത്തിൽ സമ്മാനാർഹയായിട്ടുണ്ട്. ചെറു സിനിമകൾക്കും തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിട്ടുണ്ട്. പുരസ്കാരം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് സുധാ തെക്കേമഠം പ്രതികരിച്ചു. ഈ വർഷത്തെ മുണ്ടശ്ശേരി സാഹിത്യ പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത് ഇന്നലെ. അതിൽ ബാലസാഹിത്യത്തിനുള്ള പുരസ്കാരമാണ് കിട്ടിയത്. എൻ്റെ ഡ്വാർഡ് ഹണ്ടർ 01 എന്ന് പറഞ്ഞ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നോവലുണ്ട്. അതിനാണ് സമ്മാനം കിട്ടിയിരിക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മള് കുട്ടികൾക്ക് വേണ്ടി എഴുതുമ്പോൾ അതൊരിക്കലും ഒരു കുട്ടി ആസ്വദിക്കുന്ന തരത്തിലായിരിക്കരുത്, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് മാത്രം ആസ്വദിക്കാൻ കഴിയുന്നത് ഒരിക്കലും കുട്ടികളുടെ രചനയല്ല എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ വലിയവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് ഞാൻ എഴുതുന്നതെല്ലാം. ഇതുവരേക്കും 4 പുസ്തകങ്ങളാണ് കുട്ടികൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ളത്. അതിൽ ആദ്യത്തെ പുസ്തകമാണ് ഡ്വാർഡ് ഹണ്ടർ 01. അതിന് തന്നെ ഈ മുണ്ടശ്ശേരി മാഷിന്റെ സ്മരണാർത്ഥമുള്ള പുരസ്കാരം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കാറുണ്ട്, അവർ പറയുന്ന കഥകൾ കേൾക്കാറുണ്ട്. അവയിലൂടെ ഞാൻ അവരെ അറിയാനും അവർക്ക് എന്നെ അറിയാനുള്ള ഒരുപാട് സാഹചര്യങ്ങളും നൽകാറുണ്ട്. അത്തരത്തിലുള്ള ഒരു പുസ്തകത്തിന് തന്നെ ഈ പുരസ്കാരം കിട്ടിയതിലുള്ള സന്തോഷം നിസ്സീമമാണ്. നമ്മൾ എഴുതുന്നതിനുള്ള ഒരു തിരിച്ചറിയപ്പെടുക, അല്ലെങ്കിൽ നമ്മൾ എഴുതുന്നതിനൊരു പരിഗണന ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ചെറിയ സമ്മാനമായാലും വലിയ സമ്മാനമായാലും നമുക്ക് ഒരുപാട് സന്തോഷം തരുന്നതാണല്ലോ. ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പെരുമഴയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം. ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം നിരവധി സമ്മാനങ്ങൾ. ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം.